ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം എഴുതിയ അസഭ്യവർഷം നിറഞ്ഞ ഫേസ്ബുക്കിനെ കുറിപ്പിനെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ വീണ്ടും ഒരു കുറിപ്പ് എഴുതിയത് നമ്മൾ വായിച്ചു. $1 മില്യൺ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. അയ്യേ എന്നത് വ്യക്തിപരമായ തോന്നൽ, സബ്ജക്റ്റീവ് മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനമെന്ന് അവകാശപ്പെടുന്ന ലിറ്റ്മസിന്റെ വേദിയിൽ അമ്മയെ ഭോഗിക്കാം, അതിൽ ധാർമ്മികമായി ഒരു തെറ്റുമില്ല, പരസ്പര സമ്മതം മാത്രമാണ് തെറ്റിന്റെ മാനദണ്ഡമെന്ന് പറഞ്ഞിരുന്നു. അയ്യേ എന്ന് തോന്നുന്നത് മതം വിട്ടിട്ടും മതധാർമ്മികത വിടാത്തതിന്റെ നെടുവീർപ്പു മാത്രമാണ്. മതമില്ലാത്ത സ്വർഗരാജ്യമെന്ന് ഏത്തീസ്റ്റുകൾ അവകാശപ്പെടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇതിന് അയ്യേ എന്നില്ലെന്ന് മാത്രമല്ല, ഇതുപോലെ നമ്മൾ അയ്യേ എന്ന് പറയുന്ന മൃഗരതിയും ശവരതിയുമെല്ലാം അവകാശമാക്കാൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അയ്യേക്ക് അധികം വാലിഡിറ്റിയുമില്ല. 10 വർഷം മുമ്പ് അയ്യേ എന്ന സമൂഹം പറഞ്ഞിരുന്ന പലതും, ഉദാഹരണത്തിന് ലെസ്ബിയൻ, ഗേ പോലുള്ള പലതും, ഇപ്പോ അയ്യേ മാറി പരസ്പര സമ്മതമുണ്ടേൽ ആകാശം പൊളിഞ്ഞു വീഴുമോ എന്നായി മാറിയിട്ടുണ്ട്. ഇവിടെ പുരോഗമിക്കാത്ത മതധാർമ്മികത പേറുന്ന നാസ്തികരുടെ അയ്യേ മനുപ്രസാദിനെ പോലെ പുരോഗമിച്ച നാസ്തികർക്ക് അയ്യേ അല്ലാതെയായിട്ടുണ്ട്. അയ്യേ പറയുന്നവരോട് പുരോഗമിക്കാനും പറയുന്നുണ്ട്. അയ്യേ കൊകൊണ്ടല്ല, ജനറ്റിക്കൽ സയന്റിഫിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്ന അയ്യേ നാസ്തികരോട് അതിന് ഇത് റീപ്രൊഡക്ടിവിറ്റി സെക്സ് അല്ല, റീക്രിയേഷൻ ആണ് എന്ന് പറഞ്ഞ് ക്ലാസും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെ അമ്മഭോഗികളാണ് എന്ന വ്യക്തി അധിക്ഷേപവുമല്ല. ഏത്തീസ്റ്റ് മൊറാലിറ്റി വെച്ച് ഇതെങ്ങനെ തെറ്റാണ് എന്ന് എന്ത് മാനദണ്ഡം വെച്ച് സ്ഥാപിക്കും എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നത് തന്നെ ഇത്തരം വൃത്തികെട്ട പോസ്റ്റുകളിലൂടെ വീണ്ടും വീണ്ടും വ്യക്തമാകുന്നത്. മതധാർമ്മികതയുടെ ഓരം പറ്റി മതധാർമ്മികതയുടെ ഫിത്രയുടെ ഭാഗമായി അയ്യേ ഉപയോഗിച്ച് എങ്ങനെ ഏത്തീസ്റ്റ് മൊറാലിറ്റിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന ചോദ്യം അവിടെ തന്നെ അവശേഷിക്കും. ഇത്തരം വൃത്തികെട്ട വ്യക്തിഹത്യ കൊണ്ട് എത്ര കാലം ജീവിക്കാനാകും? സ്വരം നാണക്കേട് തോന്നുന്നില്ല എന്നതറിയാം. സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ വരെ വൃത്തികേട് എഴുതി വെച്ചവനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിനക്ക് നിന്റെ ഉമ്മയെപ്പറ്റി എന്തും എഴുതാം, അതുപോലെ മറ്റൊരാളുടെ ഉമ്മയെ വെച്ച് നീ എഴുതുന്ന വൃത്തികേടുകൾ അവർ അതുപോലെ എടുക്കില്ല. അതിൽ അവർക്കുള്ള പരാതി അവർ കൊടുക്കും. അതിനെ വെച്ചൊന്നും നിന്റെ വൃത്തികേട് ന്യായീകരിക്കപ്പെടില്ല.